അമേരിക്ക വ്യാപാര കരാറിന്റെ അന്തിമഘട്ടത്തിൽ ഉയർന്നു വന്നത് ഒരു അസാധാരണ വിഷയമാണ്. നോൺ വെജിറ്റേറിയൻ പാല്. പുല്ലും വൈക്കോലും കാടിയും അകത്താക്കുന്ന പശു തരുന്ന പാല് വെജിറ്റേറിയൻ ആണ് എന്നാണ് ഇന്ത്യയിലെ സങ്കല്പം. ആ വെജിറ്റേറിയൻ സങ്കല്പം കൂടി ചേർന്നാണ് ഗോമാത ആരാധനയൊക്കെ ഇവിടെ നടക്കുന്നത്. എന്നാൽ അമേരിക്കയുടെ പാല് ഇവിടെ വിൽക്കാൻ അനുവദിക്കണം എന്ന ആവശ്യം ഇന്ത്യയെ നക്ഷത്രമെണ്ണിച്ചു കളഞ്ഞു. ഇറച്ചിയും മീനും വരെ കൊണ്ടുവന്ന് വിറ്റാലും പാൽ വേണ്ട എന്നാണ് ഇന്ത്യൻ സംഘം നിലപാട് സ്വീകരിച്ചത്. അതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ. ആ പാൽ വിൽക്കാൻ അനുവദിച്ചാൽ ഇന്ത്യയിലെ പശു സങ്കല്പമാകെ മാറി മറിയും. കാരണം അമേരിക്കയിലെ പശുക്കൾ നോൺ വെജിറ്റേറിയൻസ് ആണ്. പോഷക സമൃദ്ധമായ പാൽ ലഭിക്കാനായി ഇറച്ചി മാത്രമല്ല ഭക്ഷണത്തിൽ കലർത്തുന്നത്, കുടിക്കാൻ അറബ് മൃഗങ്ങളുടെ ചോരയും നൽകുന്നുണ്ട്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു അമേരിക്കയുടെ നോൺ വെജ് പാൽ വരുമ്പോൾ. ആനന്ദിന്റെ ത്രിശങ്കു എന്ന കഥയുണ്ട്. പശുവിൽ നിന്നുണ്ടാക്കുന്ന പിയറി കയറ്റി അയക്കുന്ന ഒരു ആശ്രമത്തിന്റെ കഥയാണത്. കറവ പറ്റിയ ചാവാലി പശുക്കളെ വെള്ളം കൊടുക്കാതെ ഇട്ട് മാവില മാത്രം നൽകുന്നു. അപ്പോ പശുവിന്റെ മൂത്രം കുറുകി രക്തം കലർന്ന മഞ്ഞ നിറമാകുന്നു. ഇതാണ് ഔഷധ ഗുണമുള്ള പിയറി എന്ന പേരിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ വിൽക്കുന്നത്. ഇന്ത്യ 1 നൂറ്റാണ്ട് മുൻപ് കയറ്റി അയച്ച പിയറിയെ കുറിച്ചാണ് ആനന്ദ് എഴുതിയത്. ഇപ്പോ അമേരിക്ക ഇന്ത്യയിലേക്ക് അയക്കാൻ ഒരുങ്ങുന്ന പാലാണ് വിഷയം. അമേരിക്കയിലെ പശുക്കൾക്ക് മാംസവും രക്തവും നൽകുന്നുണ്ട്. പാൽ സമീകൃതമാകാൻ ശാസ്ത്രീയമായി ചെയ്യുന്നതാണത്. അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന പാൽ നോൺ വെജിറ്റേറിയൻ ആണ്. അതിനാൽ ഇന്ത്യക്ക് വേണ്ട. ഇതാണ് ചർച്ചയ്ക്കിടെ ഇന്ത്യൻ പ്രതിനിധികൾ ഉയർത്തിയ വാദം. പാല് കുടിക്കുന്ന ഇന്ത്യക്കാർ പശു എന്തു കഴിക്കുന്നു എന്ന് നോക്കുന്നത് എന്തിനാണ്? ഇതാണ് അമേരിക്ക ഉയർത്തുന്ന മറുചോദ്യം. പാലിൽ രക്തമോ മാംസമോ അമേരിക്ക കലർത്തുന്നില്ല. പശുവിന് മാത്രമാണ് പോഷകാഹാരം കൊടുക്കുന്നത്. പശു അത് കഴിക്കാൻ മടി കാണിക്കുന്നില്ല. പച്ചക്കറി കഴിച്ചാലും മാംസം കഴിച്ചാലും പശു എന്ന മൃഗത്തിൽ നിന്നാണ് പാൽ വരുന്നത്. വെജിറ്റേറിയൻ കഴിക്കുന്ന പശു ഉൽപ്പാദിപ്പിക്കുന്ന പാൽ പോലെയല്ലേ നോൺ വെജ് ആയ പശുവിൻ പാലും? ഇതാണ് അമേരിക്കയുടെ മറുചോദ്യം. അമേരിക്കയിലെ ഡയറി ഉൽപ്പന്നങ്ങളെല്ലാം നോൺ വെജിറ്റേറിയൻ ആണെന്നാണ് ഇന്ത്യ വാദിക്കുന്നത്. അതിന് ചില കാരണങ്ങളും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇന്ത്യയുടെ ഈ വാദം വെറും ബാലിശമാണെന്ന് ചൂണ്ടിക്കാണിച്ച് അമേരിക്ക ലോക വ്യാപാര സംഘടനയ്ക്ക് കത്തെഴുതുകയും ചെയ്തു. അമേരിക്കയിൽ മൃഗക്കൊഴുപ്പ് ഉൾപ്പെടെ ഭക്ഷിക്കുന്ന പശുക്കളാണ്. കാലിത്തീറ്റയിൽ മീനിന്റെയും മൃഗങ്ങളുടെയും ഇറച്ചിയും ഉണക്കി പൊടിച്ചു ചേർക്കുന്നുണ്ട്. വികാരം കൂടുതൽ വ്രണപ്പെടുത്താനായി ഈ ഇറച്ചിയിൽ പന്നിയും പശുക്കളും വരെ ഉണ്ടെന്നും പ്രചാരണം നടക്കുന്നുണ്ട്. ഇന്ത്യയിലെ പശുക്കൾ പച്ചപ്പുല്ലും ഉണങ്ങിയ വൈക്കോലും കഞ്ഞിവെള്ളവും കടലപ്പിണ്ണാക്കും തേങ്ങാപ്പിണ്ണാക്കും തുടങ്ങിയവയൊക്കെയാണ് ഭക്ഷിക്കുന്നത്. കാലിത്തീറ്റയാണെങ്കിൽ പൂർണ്ണമായും വെജാണ്. ഇതിന് വിരുദ്ധമാണ് അമേരിക്കയിലെ കാര്യം. പശുക്കൾക്കുള്ള തീറ്റയിൽ കോഴി, കുതിര, മീൻ തുടങ്ങിയവരുടെ മാംസം ചേർക്കാറുണ്ട് എന്നത് അമേരിക്കയിൽ ഒരു രഹസ്യമേ അല്ല. ഡയറി ഫീഡ് പ്ലാന്റിന്റെ ഭാഗമായി ഇതൊക്കെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളതുമാണ്. ഇത് മാത്രമല്ല, കുതിരകളുടെ രക്തം പശുക്കൾക്ക് കുടിക്കാനും നൽകാറുണ്ട്. പ്രോട്ടീൻ വർധനയ്ക്ക് വേണ്ടിയാണ് ഇത് നൽകുന്നത്. കന്നുകാലികളിൽ നിന്നും നീക്കം ചെയ്യുന്ന കൊഴുപ്പ് അങ്ങനെ തന്നെയും നൽകാറുണ്ട്. ഇവിടെയാണ് ശക്തമായ വിയോജിപ്പുമായി ഇന്ത്യ നിൽക്കുന്നത്. പാൽ വെജിറ്റേറിയൻ ആണോ എന്ന ചോദ്യത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. വെജിറ്റേറിയൻ ആണെന്ന് സ്വയം പറയുന്നവർ പാലും തൈരും വെണ്ണയും നെയ്യും ഒക്കെ കഴിക്കാറുണ്ട്. എന്നാൽ വേഗൻസ് എന്നറിയപ്പെടുന്ന കർക്കശക്കാരായ പച്ചക്കറിക്കാർ പാലും വെണ്ണയും തൈരും മോരും നെയ്യും മുട്ടയും ഒന്നും ഉപയോഗിക്കാറില്ല. ഇവയെല്ലാം നോൺ വെജിറ്റേറിയൻ ആണെന്നാണ് അവരുടെ വാദം. പാൽ പശുവിൽ നിന്നാണ് വരുന്നത് എങ്കിലും അതിൽ രക്തവും മാംസവും കലരുന്നില്ല എന്നതിനാലാണ് വെജിറ്റേറിയനായി കണക്കാക്കുന്നത്. അതേ സങ്കല്പം വെച്ചാണെങ്കിൽ നോൺ വെജിറ്റേറിയൻ പശുക്കളുടെ പാൽ കുടിക്കുന്നതിന് എന്താണ് പ്രശ്നം? പശുവിന്റെ പാലാണ് പ്രധാനമായും കുടിക്കുന്നത് എങ്കിലും ആട്ടിൻപാലും കുതിരപ്പാലും ഒട്ടകപ്പാലും ഒക്കെ കുടിക്കുന്നവരുണ്ട്. ഇവയ്ക്കൊക്കെ ഭക്ഷണത്തിനൊപ്പം മാംസവും രക്തവും കലർത്തി നൽകുന്നുമുണ്ട്. ഇങ്ങനെ വരുന്ന പാൽ ഇന്ത്യയിൽ വിറ്റാൽ വെജിറ്റേറിയൻ എന്ന വ്രതം മുറിയുമെന്നാണ് ഇന്ത്യൻ സംഘത്തിന്റെ വാദം. ഇതിനെ പരിഹാസ്യമായ വാദമായാണ് അമേരിക്ക കാണുന്നത്. അവർക്കത് കേൾക്കുമ്പോൾ തന്നെ ചിരിക്കാനുള്ള വകയുമാണ്. എന്ത് കടിച്ചാലും പശുവിന്റെ അകിടിലൂടെയാണല്ലോ പാല് വരുന്നത്. പശു എന്ന മൃഗത്തിൽ നിന്നും വരുന്ന പാൽ വെജിറ്റേറിയൻ ആണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ എല്ലാം വെജിറ്റേറിയൻ ആണ്, അല്ലെങ്കിൽ എല്ലാം നോൺ വെജിറ്റേറിയൻ ആണ്. ഇതാണ് അമേരിക്കക്കാർ പറഞ്ഞു ചിരിക്കുന്നത്. ഇന്ത്യയിൽ വെജിറ്റേറിയൻ ഉൽപ്പന്നങ്ങളെല്ലാം പച്ച അടയാളം കുത്തിയാണ് വിൽക്കുന്നത്. നോൺ വെജിറ്റേറിയൻ ചുവന്ന അടയാളത്തിലും.
പാലിൽ പച്ചയാണ് കുത്താറുള്ളത്. അമേരിക്കയിലെ പാലിൽ എങ്ങനെ പച്ച കുത്തി വിൽക്കുമെന്നാണ് ഇന്ത്യ ചോദിക്കുന്നത്. ഇന്ത്യൻ പാലിൽ പച്ചയാണെങ്കിൽ അമേരിക്കയുടെ പാലിലും പച്ച തന്നെ കുത്തേണ്ടേ എന്നാണ് അവർ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. അമേരിക്കയുടെ നോൺ വെജ് പാൽ വന്നാൽ ഇന്ത്യയിൽ സാംസ്കാരികമായി വലിയ പ്രശ്നമുണ്ടാകുമെന്നാണ് വാദം. പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പിൽ മുക്കിയ ബുള്ളറ്റുകളാണ് ബ്രിട്ടീഷുകാർ നൽകിയതെന്ന് ആരോപിച്ചാണ് ഇന്ത്യയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നത്. പശുവിന്റെ കൊഴുപ്പ് ഹിന്ദുക്കൾക്കും പന്നിയുടെ കൊഴുപ്പ് മുസ്ലിങ്ങൾക്കും നിഷിദ്ധമായിരുന്നു. വർഗീയമായി നാട് വിഭജിക്കപ്പെട്ടത് ഇങ്ങനെ മൃഗക്കൊഴുപ്പിലാണ്. ഇനി വേറൊരു ചോദ്യം, അമേരിക്കയുമായുള്ള വ്യാപാര കരാർ ഒപ്പിടാൻ ഒരുങ്ങുമ്പോൾ ഇന്ത്യൻ സംഘത്തിന് മുന്നിൽ ഉണ്ടാകേണ്ട വിഷയം എന്താണ്? അത് ഇവിടുത്തെ കർഷകർക്ക് ദോഷകരമാണോ എന്നത് മാത്രമാകണം. അമേരിക്കയുടെ പാൽ കുത്തി ഒഴുകിയാൽ നമ്മുടെ ക്ഷീര കർഷകർ എന്തു ചെയ്യുമെന്ന പരമമായ ചോദ്യമാണ് ശരിക്കും ഉയരേണ്ടത്. അതിനു പകരം ഇവിടെ ഉയർത്തിക്കൊണ്ടുവരുന്നത് പശുവിന് നൽകുന്ന തീറ്റ വെജിറ്റേറിയനോ നോൺ വെജിറ്റേറിയനോ എന്ന വിഷയം മാത്രമാണ്. വ്യാപാര കരാർ അനിവാര്യമാണെന്നും അമേരിക്കയുടെ പാലും പാലുൽപ്പന്നങ്ങളും ഇന്ത്യൻ വിപണി കീഴടക്കാൻ പോവുകയാണ് എന്നുമുള്ളതുമാണ് പച്ചപ്പരമാർത്ഥം. അതിനുള്ള ഒരു മറ മാത്രമാണ് ഇപ്പോൾ നടക്കുന്ന ഈ നോൺ വെജിറ്റേറിയൻ പശു വിവാദം. സ്പോട്ട്ലൈറ്റിനെ മറ്റൊരു വിഷയമായി നാളെ ഇതേ സമയം.